ാണ് മഹാന്മാരായ ബദരീങ്ങൾ. ആ ബദരീങ്ങളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ള നേതൃത്വം കൊടുത്ത ബദരീങ്ങൾ ഈ ലോകത്ത് പടവെട്ടിയത് ആരോടാണ്? അള്ളയില്ല എന്ന് പറയുന്ന നിരീശ്വരവാദിയോടാണോ? അല്ല, അബൂജഹിലടക്കമുള്ള മുശ്രിക്കുകളോടാണ് ബദരീങ്ങൾ പടവെട്ടിയത്. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? അവര് അള്ളാഹുവിനെ നിഷേധിച്ചവരല്ല, അള്ളയുണ്ട് എന്നവരും പറഞ്ഞിട്ടുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടാവാരെന്ന് ചോദിച്ചാൽ, മഴ തരുന്നത് ആരെന്ന് ചോദിച്ചാൽ, ലോകം പടച്ചതാരെന്ന് ചോദിച്ചാൽ, നിന്നെ പടച്ചതാരെന്ന് ചോദിച്ചാൽ, എല്ലാ കാര്യങ്ങളും കാണാനും കേൾക്കാനുമുള്ള സ്വതന്ത്രമായ കഴിവുള്ളവനാരെന്ന് ചോദിച്ചാൽ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന തദ്ബീർ നടത്തിക്കൊണ്ടിരിക്കുന്നതാരെന്ന് ചോദിച്ചാൽ ഫസയഖൂലൂനല്ലാഹ്, അള്ളയാണെന്നവരും പറയുന്നു. പിന്നെ എന്തിനാ കൂട്ടരെ നിങ്ങൾ ആ അള്ളാനെ വിട്ട് മറ്റുള്ളവരിലേക്ക് ചേക്കേറുന്നതെന്ന് അവരോട് അള്ളാഹ് ചോദിച്ചിട്ടുണ്ട്. അവരും പല അവസരങ്ങളിൽ നോമ്പെടുത്തിട്ടുണ്ട്, അവരും ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അവർ തൽബിയത്ത് ചൊല്ലാറുണ്ടായിരുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. മുശ്രിക്കിന്റെ തൽബിയത്തായിരുന്നു അത്. അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടിതാ ഞങ്ങൾ മുന്നോട്ട് വരുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരനൊഴികെ, ഹുവലക, ആ പങ്കുകാരൻ നിന്റേതാണ്, തംലികുഹു, നീയാണ് ആ പങ്കുകാരനെ ഉടമപ്പെടുത്തിയിട്ടുള്ളത്, വമാ മലക, അയാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിന്റേതാണ്. അഥവാ സ്വന്തമായി കാണാനോ കേൾക്കാനോ കഴിവുള്ള ശരീക്കുകളല്ല ഞങ്ങൾക്കുള്ളത്, എല്ലാം നീ കൊടുത്ത കഴിവുള്ള ചില ശരീക്കുകളാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ മക്കയിലെ മുശ്രിക്കിനോട്, ആ മുശ്രിക്കിനോടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ബദറിൽ വെച്ച് രക്തം ചിന്തിയത്, പോരാടിയത്. ആ ബദരീങ്ങളെ പിൽക്കാലത്ത് ഇതാ രണ്ട് കൂട്ടർ രണ്ട് രൂപത്തിലാണ് സ്നേഹിക്കുന്നത്. രണ്ടു കൂട്ടർ രണ്ട് രൂപത്തിൽ സ്നേഹിക്കുന്നു. നേരത്തെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു കൂട്ടർ പറയുന്നു ബദരീങ്ങളോട് ഞങ്ങൾക്കാണ് സ്നേഹം, വേറൊരു കൂട്ടർ പറയുന്നു അല്ല കൂട്ടരെ, നിങ്ങളുടെ സ്നേഹം പാളിപ്പോയിട്ടുണ്ട്, ശരിയായ സ്നേഹം ഞങ്ങളുടേതാണ്. രണ്ട് അവകാശവാദക്കാര് നോഹ് നബിയുടെ കാലം തൊട്ടേ ഈ ലോകത്ത് തുടങ്ങിയതാണ്. വദ്ദിനെ ആദരിക്കുന്നതിൽ രണ്ട് വീക്ഷണമുണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ആദരിക്കുന്നതിൽ രണ്ട് വീക്ഷണക്കാര് ലോകത്തുണ്ടായിട്ടുണ്ട്. ഈസ നബിയെയും മറിയം ബീവിയെയും ആദരിക്കുന്നതിൽ രണ്ട് വീക്ഷണക്കാര് ലോകത്തുണ്ടായിട്ടുണ്ട്. ഇതേപോലെ മഹാന്മാരായ ബദരീങ്ങളെ ആദരിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും രണ്ട് വീക്ഷണക്കാരി ഇന്ന് ലോകത്തുണ്ട്. പക്ഷേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താണെന്നോ, ഈ രണ്ട് വീക്ഷണത്തിൽ ഏതാണ് ഹക്ക്, ഏതാണ് ശരി, ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ചില ആളുകൾ പറയുന്നു ബദരീങ്ങളുടെ പേരിൽ പോത്തിനെ അറുക്കാത്തവന് ബദരീങ്ങളോട് സ്നേഹമില്ല, ബദരീങ്ങളുടെ പേരിൽ നേർച്ച നേരാത്തവന് ബദരീങ്ങളോട് സ്നേഹമില്ല, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ ബദരീങ്ങളെ വിളിച്ച് ചോദിക്കാത്തവന് ബദരീങ്ങളോട് സ്നേഹമില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ സ്നേഹമാണോ യഥാർത്ഥത്തിലുള്ള സ്നേഹം? അല്ലേ? അല്ല. കാരണം ബദരീങ്ങൾ പോരാടിയത് ഈ നിലക്കുള്ള ആദർശമുള്ള ആളുകളോട് തന്നെയാണ്. അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുന്നു, ലാത്തയോടും പ്രാർത്ഥിക്കുന്നു, ഉസ്സയോടും പ്രാർത്ഥിക്കുന്നു, ഇബ്രാഹീമിനോടും ഈസയോടും ഉസൈറിനോടും മലായിക്കത്തുകളോടും ജിന്നുകളോടുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആരാധിച്ചുകൊണ്ടിരുന്ന ആളുകളോട് തന്നെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും ബദറിൽ വെച്ച് ഏറ്റുമുട്ടുന്നത്. അതേ നിലക്ക് ജീവൻ കൊടുത്തുകൊണ്ട് മരിച്ചുപോയ ആളുകളെ ഒരു കൂട്ടർ സ്നേഹിക്കുന്നതോ അവരോട് തന്നെ സങ്കടം പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു എന്ത്? യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ ഖുൽനാ ഹദിയം മുസ്തൻജിദാ യാ അഹ്ല ബദ്റ ശുഹദാ അൻതും ലനാ ഹിസ്നുൻ ഹസീൻ മിൻ ശർരി ശൈത്താനിൽ ലഈൻ മിൻ കുല്ലി ബൽവാ വസ്സിനീൻ യാ അഹ്ല ബദ്റ ശുഹദാ. റസൂലുള്ളാഹിയുടെ കൂടെ യുദ്ധം ചെയ്തിട്ടുള്ള റസൂലുള്ളയടക്കമുള്ള ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് തേടാൻ വേണ്ടി ആ ദിവസത്തിൽ ബദരീങ്ങളെ സ്നേഹിക്കാൻ എന്ന പേരിൽ ചില പാവപ്പെട്ട സഹോദരന്മാരെ കൊണ്ട് ചില പുരോഹിതന്മാർ ചൊല്ലിപ്പിക്കുന്ന അന്തത്തെ മൗലീദിലെ വരിയാ നിങ്ങൾ കേട്ടത്. എന്താണ് അതുകൊണ്ട് പറയുന്നതെന്നോ, ആ ബദർ മൗലീദ് ഉണ്ടാക്കിയ വ്യക്തി ഈദ് പാരായണം ചെയ്യുന്ന ആളുകളോട് പറയുകയാണ്, യമൻ ബിഹി ഹല്ലറദാ, നിനക്ക് വല്ല ആപത്തുകളും നിനക്ക് വല്ല മനക്ലേശങ്ങളും വന്നു കഴിഞ്ഞാൽ ഖുൽനാദിയൻ മുസ്തൻജിദാ,
സഹായം തേടിക്കൊണ്ട് നീ വിളിച്ചോ, ബദരീങ്ങളെ എന്ന് നീ വിളിച്ചോ. എന്നിട്ട് നീ അവരോട് പറയണം, അൻതും ലനാ ഹിസ്നുൻ ഹസീൻ മിൻ ശർരി ശൈത്താനിൽ ലഈൻ വകുല്ലി ബൽവാ വസ്സിനീൻ യാ അഹ്ല ബദർ ശുഹദാ. അല്ലയോ ബദർ ശുഹദാക്കളെ, നിങ്ങളാണ് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഞങ്ങൾക്ക് പരിഹാരം തരുന്നവർ നിങ്ങളാണ്. ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് ഞങ്ങളെ കാക്കുന്നവർ നിങ്ങളാണ്. ഈ എല്ലാ ആപത്തുകളിൽ നിന്നും, എല്ലാ വിപത്തുകളിൽ നിന്നും, എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കുന്നവർ നിങ്ങളാണ് ബദരീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേതൃത്വത്തിൽ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ചോദിക്കാത്തവൻ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവനല്ല എന്നും അവന് ബദരീങ്ങളോട് സ്നേഹമില്ല എന്നും അവരോട് ചാർത്തിക്കുന്നത് ശിർക്കെന്ന് പറയുന്നവര് വഴിപിഴച്ചു പോയവരാണെന്നും പറയുന്ന ഒരു കൂട്ടരും ഇവിടെ ബദരീങ്ങളോട് സ്നേഹമുണ്ടെന്നാ പറയുന്നത്. എങ്ങനെ ശരിയാവും പ്രിയപ്പെട്ടവരെ ഇത്? മാത്രമല്ല, അന്ന് ദിവസം പാരായണം ചെയ്യുന്ന ബദർ മൗലീദിൽ ആളുകൾ ബദരീങ്ങളെ സ്നേഹിക്കാൻ എന്ന പേരിൽ ബദരീങ്ങളുടെ മദ്ഹാണെന്ന് പറഞ്ഞുകൊണ്ട് ബദരീങ്ങളുടെ പേരിൽ എന്തൊക്കെ കള്ളക്കഥകളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് തെളിവും പറയുമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടത്രേ, ബദർ മൗലീദ് ഓതിക്കോ, ബദർ മാല ചൊല്ലിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിവും. ഏതാണ് ആ സംഭവം എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് ചിന്തിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ഒരു കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെയുള്ള ചില കൊച്ചു കുട്ടികൾ ഇങ്ങനെ ചില പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പിതാക്കന്മാര് ബദറിൽ പങ്കെടുത്തവരാണ്. ആ ബദറിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ വീരകൃത്യങ്ങളെക്കുറിച്ച്, അവർ ചെയ്തിട്ടുള്ള ത്യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിനിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോ, ആ ബദരീങ്ങളുടെ നേതാവിനെ കണ്ടപ്പോ കുട്ടികൾ പാടുകയാണ്, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി. ഇതാ ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാം. നാളെ നടക്കാനിരിക്കുന്ന, ഭാവിയിൽ നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ഒരു നബിയുണ്ട് ഞങ്ങളിൽ നിന്ന് ഈ കുട്ടികൾ പാടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ സ്നേഹത്തോടുകൂടെ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ ഇത് പാടരുത്, ഇത് പാടാൻ പാടില്ല. കാരണം ആ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാര് പറയുന്നു, ഇത് റസൂലുള്ളാഹിനെ അമിതമായി പ്രശംസിക്കലാണ്. മറഞ്ഞ കാര്യം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അറിയുന്നു എന്നതല്ലാതെ എല്ലാ മറഞ്ഞ കാര്യങ്ങളും റസൂലുള്ളാഹി അറിഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. അറിഞ്ഞ കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങൾ ധാരാളമുണ്ട്. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളോട് പറഞ്ഞത്, നിങ്ങൾ ആ വരി പാടരുത്. പക്ഷേ പിന്നെ നബി പറഞ്ഞു, നിങ്ങൾ പണ്ട് പാടിയത് പാടിക്കോ, പണ്ട് പാടിയത് പാടിക്കോ എന്ന് നബി പറഞ്ഞില്ലേ? ഏതാണതവർ ബദറിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ചുള്ള വർണ്ണനകൾ പറയുകയാണ്. ആ കുട്ടികൾ ബദരീങ്ങളെ അഹ്ല ബദർ ശുഹദാന്ന് വിളിച്ചു പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാണ് ഈ ആളുകളുടെ വർത്തമാനം കേട്ടാൽ തോന്നുക. അല്ലെങ്കിൽ അവരുടെ പേരിൽ കള്ളക്കഥ പറയുകയായിരുന്നു എന്നാണ് വർത്തമാനം കേട്ടാൽ തോന്നുക. ഈ കുട്ടികൾ പറയുന്നത് വേറെ കൃത്യങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കളെ നിങ്ങൾ അത് പാടിക്കോ, എന്നെക്കുറിച്ച് പാടണ്ട, ഈ കാര്യം നിങ്ങൾ പാടിക്കൂടാ. അതിന് ചില ആളുകൾ പറയുന്നു, റസൂലുള്ളാഹി കുട്ടികളോട് ആ വരി പാടരുത് എന്ന് പറയാൻ കാരണം വിഷയത്തിൽ നിന്ന് തെറ്റിപ്പോണ്ട, എന്നെക്കുറിച്ച് ഇപ്പൊ പാടണ്ട, അത് പിന്നെ പാടിക്കോ, ഇപ്പൊ നിങ്ങൾ ബദർ മാല ചൊല്ലിക്കോ, ബദർ ബൈത്ത് ചൊല്ലിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് ഈ കൂട്ടർ പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്ന ബദർ മാല എന്ത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബദർ മൗലീദ് എന്ത്? ആ കുട്ടികൾ ചൊല്ലിയ ബദരീങ്ങളുടെ വർത്തമാനം എന്തെന്നറിയണ്ടേ? നിങ്ങൾ ചൊല്ലുന്ന ബദർ മൗലീദിലുള്ളതെന്താ? നിങ്ങൾ പാടിപ്പറയുന്ന ബദർ മൗലീദിലുള്ളതെന്താ? നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് വേണ്ടി ബദരീങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നല്ലേ? കള്ളക്കഥയല്ലേ ബദർ മൗലീദിന്റെ പേരിൽ? ആ ദിവസം ബദരീങ്ങളെ സ്നേഹിക്കാനെന്ന പേരിൽ തലയണക്ക് മീതെ തുണി വിരിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് സുഗന്ധവും പൂശിയിട്ട് വീടിന്റെ മേലെ മേലാപ്പും കെട്ടിയിട്ട് ആളുകൾ ഇങ്ങനെ വട്ടമിട്ട് വിറഞ്ഞുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന ആ മൗലീദിൽ പറയുന്ന വരികൾ ഇസ്ലാമിന് നിരക്കുന്നതാണോ? പരിശോധിക്കണ്ടേ? തീർച്ചയായും പരിശോധിക്കണം. എന്തൊക്കെ കഥകളാ അതിൽ പറയുന്നത്? കുറെ കഥ ഉണ്ട്. ഒന്ന് രണ്ട് സാമ്പിൾ പറയാ. അള്ളാഹുവിന്റെ മുമ്പ് ഒരു കാര്യം പറയട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളായ ആളുകൾക്ക് അത്യുന്നതമായ സ്ഥാനം നൽകിയിട്ടുണ്ട്. ശരിയാണ്.
എന്താണ് അല്ലാഹു തആല അവർക്ക് സ്ഥാനം നൽകി എന്നാൽ അതിന്റെ അർത്ഥം അവർക്ക് മരിച്ചുപോയാലും ഈ ഭൂമിയിലേക്ക് എപ്പോഴും വരാൻ പറ്റുമെന്നാണോ? നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ പറ്റുമെന്നാണോ? നമ്മെ സഹായിക്കാൻ കഴിയുമെന്നാണോ? നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ അവർക്ക് കഴിയുമെന്നാണോ? അതോ അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ടെന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഖുർആൻ തന്നെ പറയട്ടെ, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ പാതയിൽ കൊല ചെയ്യപ്പെട്ട ആളുകൾ മരണപ്പെട്ടവരാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ, അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. യുർസഖൂൻ, അവർക്കവിടെ ആഹാരവും നൽകപ്പെടുന്നുണ്ട്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകിയിട്ടുള്ളതിൽ അവർ സന്തുഷ്ടരാണ്. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം, അവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത ആളുകളെ കുറിച്ചും അവർ സന്തോഷത്തിലാണ്. അല്ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടവരല്ല എന്ന് അല്ലാഹു തആല പറയുന്നു.